ഗുഡ് മോർണിംഗ് 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ജനുവരി 13 ശനിയാഴ്ച, ധനു 28. 100 ന്യൂസ് തുടങ്ങുകയാണ്. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ കേന്ദ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് തുടക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. MT വാസുദേവൻ നായരുടെ വിമർശനം, അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയായേക്കും. രാഹുൽ മാങ്കുട്ടത്തിലിന്റെ അറസ്റ്റിൽ ഇന്നും പ്രതിഷേധം തുടരാൻ യൂത്ത് കോൺഗ്രസ്. എറണാകുളം, പാലക്കാട് കളക്ടറേറ്റുകളിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കും. ശബരിമലയിൽ മകരവിളക്കൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. സുരക്ഷ വിലയിരുത്താൻ DGP ഇന്ന് സന്നിധാനത്ത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പന്തളത്ത് നിന്ന് പുറപ്പെടും. മധ്യസ്ഥ ചർച്ചയ്ക്കിടെ മർദ്ദനമേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ന് ഹർത്താൽ. LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത് കൊല്ലം തൊടിയൂർ പഞ്ചായത്തിൽ. കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ്. സീറോ മലബാർ സഭാ സിനഡ് ഇന്ന് സമാപിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിനഡ് നിർണായക തീരുമാനമെടുത്തതായി സൂചന. മാർപ്പാപ്പയുടെ അന്ത്യശാസനം ലംഘിച്ചവർക്കെതിരെ തിടുക്കപ്പെട്ട് നടപടിയുണ്ടാകില്ല. MT വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾ തുടരുന്നു. MTയുടെ വാക്കുകളെ CPM-നെതിരായ രാഷ്ട്രീയ ആയുധമാക്കി UDF-ഉം BJP-യും. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഭാര്യാപിതാവിന് അറിയാമായിരുന്നുവെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. ബന്ധുക്കൾ എതിർത്തിട്ടും പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു വിവാഹമെന്നാണ് സവാദിന്റെ ഭാര്യയുടെ മൊഴി. കൂടുതൽ അന്വേഷണം ആവശ്യമില്ലെന്ന് പിതാവ് പറഞ്ഞുവെന്നും മൊഴിയിൽ. ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനം തീരുമാനിക്കാൻ ഇന്ന് യോഗം. ഓൺലൈനായാണ് യോഗം ചേരുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനവും ചർച്ചയാകും. പശ്ചിമബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നടപടി കടുപ്പിച്ച് പോലീസ്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. ഒളിവിൽ പോയ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ഊർജിതമാക്കി. പാണക്കാട് തങ്ങൾ കുടുംബം ഖാസിമാരായ മഹല്ല് ഭാരവാഹികളുടെ സംഗമത്തിൽ വിശദീകരണവുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പുതിയ സംവിധാനം ഒരുക്കുന്നത് ഖാസിമാരുമായുള്ള ആശയവിനിമയം എളുപ്പമാക്കാൻ. സാദിഖ് അലി തങ്ങളുടെ നീക്കത്തിൽ സമസ്തയിലെ ഒരു വിഭാഗത്തിന് എതിർപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് റബ്ബർ വില ചർച്ചാ വിഷയമാക്കി കേരള കോൺഗ്രസുകൾ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് ലോങ് മാർച്ച് സംഘടിപ്പിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. താങ്ങുവില ഉയർത്തണമെന്നാവശ്യപ്പെട്ട് മാണി വിഭാഗം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഫെസ്റ്റിവൽ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് റെയിൽവേ. സ്പെഷ്യൽ ട്രെയിൻ സർവീസ് പൊങ്കൽ ആഘോഷവുമായി ബന്ധപ്പെട്ട് കൊച്ചുവേളിക്കും യശ്വന്ത്പൂരിനും ഇടയിലാണ് സർവീസ്. കേരളത്തിലെ പ്രധാന വാർത്ത. കോഴിക്കോട് DCRB അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീജിത്ത് TPയെ സസ്പെൻഡ് ചെയ്തു. നടപടി കറൻസി നീക്കത്തിന് സുരക്ഷ ഒരുക്കിയതിൽ വീഴ്ച വരുത്തതിനെ തുടർന്ന്. ചട്ടങ്ങൾ പാലിക്കാതെ കൊണ്ടുപോയത് 750 കോടി രൂപ. വയനാട്ടിൽ പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് തുടങ്ങിയ ഊര് പൈതൃക ടൂറിസം പദ്ധതിയിൽ ആദിവാസികളെ തഴയുന്നുവെന്ന് പരാതി. CEO തസ്തികയിലേക്ക് പണിയ വിഭാഗത്തിൽ നിന്നുള്ള MBA ബിരുദധാരിയെ ഒഴിവാക്കി. പകരം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്ക് അവസരം നൽകിയതായി ആരോപണം. റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ ആദിവാസി സംഘടന ഇന്ന് ഉപവാസ സമരം നടത്തും. ദൂരദർശന്റെ തത്സമയ പരിപാടിക്കിടെ കാർഷിക സർവകലാശാല പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ അനി എസ് ദാസ് കുഴഞ്ഞു വീണു മരിച്ചു. കൊല്ലം കടക്കൽ സ്വദേശിയാണ്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൂന്നാറിൽ വീണ്ടും കടുവ ഇറങ്ങി. കുണ്ടള സാന്റോസ് ST കോളനിയിൽ ഷൺമുഖത്തിന്റെ 4 പശുക്കളെ ആക്രമിച്ചു കൊന്നു. ഒരു പശുവിന്റെ ജഡം പാതി തിന്ന നിലയിലായിരുന്നു. കടുവയെ പിടിക്കാൻ വനംവകുപ്പ് കൂട് സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ. കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജനപ്രതിനിധികൾ പങ്കെടുത്തു.
കണ്ണൂർ ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിൽ ജെയ്സ്റ്റോ മെമ്മോറിയൽ സയൻസ് ക്വിസ് മത്സരങ്ങൾ ഇന്ന് നടക്കും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് മത്സരം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പടന്നക്കാട് മേഖലയിലെ പ്രശ്നങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കളക്ടർ കെ ഇമ്പശേഖർ സ്ഥലത്തെത്തി. റോഡ് നിർമ്മാണ കരാറുകളുടെ പ്രതിനിധികളുമായും കളക്ടർ ചർച്ച നടത്തി. കാസർഗോഡ് അണങ്കൂരിൽ അടിപ്പാത നിർമ്മാണം അടുത്ത മാസം തുടങ്ങും. പ്രദേശത്തെ സർവീസ് റോഡ് നിർമ്മാണം 2 ആഴ്ചക്കകം പൂർത്തിയാക്കും. 2.5 മീറ്റർ ഉയരവും 7.5 മീറ്റർ വീതിയിലുമാണ് അടിപ്പാത നിർമ്മാണം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ AC ലോഞ്ച് ഉൾപ്പെടെയുള്ള ശുചിമുറി സമുച്ചയം വരുന്നു. പ്രധാന കവാടത്തിലെ ടിക്കറ്റ് കൗണ്ടറിന് മുൻവശത്താണ് 2 നിലകളുള്ള കെട്ടിടം നിർമ്മിക്കുക. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ വീണ്ടും ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷം. തോട്ടങ്ങളിലെ പച്ചക്കറി ചെടി ഉൾപ്പെടെ ഒച്ചുകൾ നശിപ്പിക്കുന്നുവെന്ന് പരാതി. കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിൽ പുലിപ്പേടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വനംവകുപ്പും പഞ്ചായത്ത് അധികൃതരും നിരീക്ഷണം ശക്തമാക്കി. തുടർച്ചയായ 5-ാം ദിവസമാണ് പുലി സാന്നിധ്യം പ്രദേശവാസികൾ ഉറപ്പിക്കുന്നത്. വയനാട് പൂതാടി പഞ്ചായത്തിൽ കാട്ടാന ശല്യം രൂക്ഷം. നെയ്ക്കുപ്പ വനമേഖലയിൽ നിന്നിറങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് കൃഷിയിടത്തിൽ ഇറങ്ങുന്നത്. ഈ മുറ്റം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി പൂർത്തീകരിക്കുന്ന വയനാട് ജില്ലയിലെ ആദ്യ തദ്ദേശ സ്ഥാപനമായി കൽപ്പറ്റ നഗരസഭ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി സാക്ഷരതാ മിഷനിലൂടെയാണ് നഗരസഭയിൽ ഈ മുറ്റം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കിയത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉദ്യാനം, ജലധാര, കഫറ്റേരിയ എന്നിവ സജ്ജമാക്കി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹായത്തോടെ ഇരിപ്പിടങ്ങളും ഒരുക്കി. കോഴിക്കോട് ജില്ലയിൽ കല്ലുമ്മക്കായ ക്ഷാമം മൂലം തൊഴിലാളികൾ ദുരിതത്തിൽ. കാലാവസ്ഥാ വ്യതിയാനവും കടക്ഷോഭവും കല്ലുമ്മക്കായയുടെ ലഭ്യത കുറയാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. തൃശൂർ നടത്തറയിൽ നിന്ന് 11 ഗ്രാം MDMA പിടികൂടിയ കേസിൽ 1 വർഷമായി ഒളിവിലായിരുന്ന പ്രതി പിടിയിലായി. അറസ്റ്റിലായത് പട്ടാളക്കുന്ന് സ്വദേശി വിഷ്ണു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. നെടുങ്കണ്ടം പോലീസ് പിടികൂടിയത് മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് ഇസ്മായിലിനെ. പ്രവർത്തനം തുടങ്ങി 18 വർഷം കഴിഞ്ഞിട്ടും വൈദ്യുതിയില്ലാതെ ബേപ്പൂർ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി. വെളിച്ചമില്ലാത്തതിനാൽ വൈകിട്ടോടെ ശുചിമുറി അടയ്ക്കുന്നത് യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും വലയ്ക്കുന്നുണ്ട്. കോഴിക്കോട് കമ്പിളിപ്പാറയിൽ വീണ്ടും ഖനനത്തിന് നീക്കം. കൂറ്റൻ യന്ത്രം ക്വാറിയിൽ എത്തിച്ചു. ക്വാറിയിൽ ഖനനം നടത്തരുതെന്ന് പ്രദേശവാസികൾ. ഫറോക്ക് പഴയ ഇരുമ്പ് പാലം ഇനി ദീപപ്രഭയിൽ. നാളെ പുതിയ പാലം നാടിന് സമർപ്പിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ഈയങ്കോട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടി വേണമെന്ന് ആവശ്യം. ആലപ്പുഴ കാവാലം തട്ടാശ്ശേരി പാലം നിർമ്മാണം സ്ഥലമേറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട അന്തിമ വിജ്ഞാപനം ഇറങ്ങി. സർവേ നമ്പറിൽ പിശക് വന്നവർക്ക് പണം ലഭ്യമാക്കുന്നതിനായുള്ള രേഖകളുടെ പരിശോധന ഈ മാസം 29-ന് നടക്കും. എറണാകുളം കാലടി ടൗൺ ജംഗ്ഷനോട് ചേർന്ന് പഴയ ചന്ത പ്രവർത്തിച്ചിരുന്ന സ്ഥലം കാടുകയറി നശിക്കുന്നു. മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്ന സ്ഥലമായെന്ന് പരാതി. തൃശൂർ ആറ്റപ്പാടത്ത് കനാൽ വെള്ളം കവിഞ്ഞൊഴുങ്ങിയെത്തിയതിനെ തുടർന്ന് ഉണക്കാൻ വിരിച്ചിട്ടിരുന്ന വൈക്കോൽ നശിച്ചു. 20 ഏക്കറോളം വിസ്തൃതിയിൽ വിരിച്ചിട്ടിരുന്ന വൈക്കോലാണ് നശിച്ചത്. സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ സന്ദർശിച്ച് പ്രൊഫസർ KV തോമസ്. മാർ ജോർജ് ആലഞ്ചേരിയെയും മാർ ജോസഫ് പെരുന്നോടത്തിനെയും സന്ദർശിച്ചു. വനിതാ ശിശുവികസന വകുപ്പും ആലപ്പുഴ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും ബാലാവകാശ സംരക്ഷണത്തിന്റെ ഭാഗമായി ഇന്ന് ജില്ലാ ചിൽഡ്രൻസ് ഫെസ്റ്റ് സംഘടിപ്പിക്കും. AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്യും. രാജ്യം കായിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണെന്നും 2030 ശേഷം ഇന്ത്യയിൽ ഒളിമ്പിക്സ് സംഘടിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നതെന്നും സുരേഷ് ഗോപി. ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ ഖേലോ ഇന്ത്യ അംഗീകൃത ബാഡ്മിന്റൺ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സുരേഷ് ഗോപി. നോക്കാം പ്രധാന അറിയിപ്പുകൾ. അഗസ്ത്യാർകൂടം സീസൺ ട്രക്കിംഗ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. പ്രതിദിനം 70 പേർക്കാണ് ട്രക്കിംഗിന് അവസരം. വനംവകുപ്പിന്റെ www.forest.kerala.in എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. കോഴിക്കോട് ജില്ലയിലെ പൊക്കുന്ന്, പാലാഴിപ്പാലം, നെല്ലിക്കോട്, കിണാശ്ശേരി ഭാഗങ്ങളിൽ ഇന്ന് ജലവിതരണം തടസ്സപ്പെടും. പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം.
കോട്ടയം ഈരാറ്റുപേട്ട ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതിയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ ഒഴിവിൽ 6 മാസത്തെ കരാറടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ഈ മാസം 17. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിസെ പദ്ധതിക്ക് കീഴിൽ CAM ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. എഴുത്തു പരീക്ഷ ഈ മാസം 25-ന്. എറണാകുളം പൈങ്ങോട്ടൂർ ശ്രീനാരായണ കോളേജിൽ ഈ മാസം 20-ന് മെഗാ ജോബ് ഫെയർ നടത്തും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന ജോബ് ഫെയറിൽ 25-ലധികം കമ്പനികൾ പങ്കെടുക്കും. മത്സ്യബന്ധന കപ്പലുകളുടെ ലൈസൻസ് പുതുക്കുന്നതിനും പരമ്പരാഗത കപ്പലുകൾക്കുള്ള ഇൻഷുറൻസ് അപേക്ഷ സ്വീകരിക്കുന്നതിനുമായി ഈ മാസം 17-ന് അദാലത്ത് സംഘടിപ്പിക്കും. ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ രാവിലെ 10:30-നാണ് അദാലത്ത്. കോഴിക്കോട് വളയം ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 17-ന് രാവിലെ 11 നടക്കും. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ CSSDC ടെക്നീഷ്യനെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 20-ന് നടക്കും. ഇനി ദേശീയ വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി കോൺഗ്രസ്. മുകുൾ വാസ്നിക്കിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ അശോക് ഗെഹ്ലോട്ട്, സൽമാൻ ഖുർഷിദ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. AAPയുമായി ചർച്ചകൾ തുടരുമെന്ന് കോൺഗ്രസ് നേതൃത്വം. തന്റെ വസതിയിലെ ED പരിശോധന BJPയുടെ രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമെന്ന് പശ്ചിമബംഗാൾ മന്ത്രി സുജിത് ബോസ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP രാഷ്ട്രീയ നേട്ടത്തിനായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു. 14 മണിക്കൂർ നീണ്ട ED റെയ്ഡിൽ ഒന്നും കണ്ടെത്തിയില്ലെന്നും സുജിത് ബോസ്. ഡൽഹിയിൽ അതിശൈത്യം തുടരുന്നു. കനത്ത മൂടൽമഞ്ഞ് വ്യോമ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. താപനില കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഒടുവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും ക്ഷണം. വിശ്വ ഹിന്ദു പരിഷത്താണ് രാഷ്ട്രപതിയെ ക്ഷണിച്ച കാര്യം അറിയിച്ചത്. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഗാനം പുറത്തുവിട്ട് കോൺഗ്രസ്. ഹിന്ദിയിൽ രചിച്ച ഗാനം രാഹുൽ ഗാന്ധി എക്സിലൂടെ പങ്കുവച്ചു. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ പരിശോധന ശക്തമാക്കി സൈന്യം. നടപടി സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ വെടിയുതിർത്ത പശ്ചാത്തലത്തിൽ. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പാർട്ടി പങ്കെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കരൺ സിംഗ്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ നേതൃത്വം മടി കാണിക്കേണ്ടതില്ല. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതി നൽകിയത് സുപ്രീം കോടതിയാണെന്നും കരൺ സിംഗ്. കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ച സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ കർഷക കൺവെൻഷൻ ഈ മാസം 16-ന് ഡൽഹിയിൽ. മോദി സർക്കാർ കാർഷിക മേഖലയിൽ കോർപ്പറേറ്റ് വൽക്കരണം നടപ്പാക്കുന്നുവെന്ന് വിമർശനം. പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ലൈറ്റ് ടാങ്ക് സോറവാറിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി DRDO. ആദ്യഘട്ടത്തിൽ 100 കിലോമീറ്ററോളമാണ് ടാങ്ക് പ്രവർത്തിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ ഭൂകമ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. സംസ്ഥാനത്തെ 45-ലധികം സീറ്റുകൾ NDA നേടും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം തവണയും NDA സർക്കാർ അധികാരത്തിലെത്തുമെന്നും ഏക്നാഥ് ഷിൻഡെ. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഹമാസ് ബന്ദികളാക്കിയവർക്ക് മരുന്നുകൾ എത്തിക്കാൻ ഖത്തറുമായി ധാരണയുണ്ടാക്കിയതായി ഇസ്രായേൽ. ബന്ദികൾക്കുള്ള മരുന്നുകൾ വരും ദിവസങ്ങളിൽ നൽകുമെന്ന് ഇസ്രായേൽ ഭരണകൂടം. യുക്രൈന് സൈനിക സഹായം പ്രഖ്യാപിച്ച് ബ്രിട്ടൻ. അടുത്ത സാമ്പത്തിക വർഷത്തിൽ £2.5 ബില്യൺ അനുവദിച്ചേക്കും. തായ്വാനിൽ ഇന്ന് പൊതുതെരഞ്ഞെടുപ്പ്. അമേരിക്കൻ അനുകൂലികളായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയും ചൈനാപക്ഷക്കാരായ കുമിങ്താങ് പാർട്ടിയും തമ്മിൽ പ്രധാന മത്സരം. സമുദ്ര സിദ്ധാന്തം പാലിക്കുന്ന തായ്വാൻ പീപ്പിൾസ് പാർട്ടിയും മത്സരരംഗത്ത്. ഹൂതി ക്യാമ്പുകൾക്ക് നേരെയുള്ള US ബ്രിട്ടൻ സംയുക്താക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ. ഏകപക്ഷീയമായ നടപടി അംഗീകരിക്കാൻ കഴിയില്ല. USന്റെയും ബ്രിട്ടന്റെയും നീക്കം അപകടകരമെന്നും ഇറാൻ. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ബ്രിട്ടൻ സംയുക്ത വ്യോമാക്രമണത്തെ അപലപിച്ച് ഒമാൻ. സാഹചര്യം നിരീക്ഷിക്കുന്നുവെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം.
അഫ്ഗാനിസ്ഥാനിൽ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാകുന്നു. മതിയായ തൊഴിലവസരങ്ങൾ ഇല്ലാത്തത് പ്രതിസന്ധി കൂട്ടുന്നു. രാജ്യം അഭിമുഖീകരിക്കുന്നത് കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെന്ന് WFP. ആമസോൺ വനാന്തരത്തിൽ 2500 വർഷം പഴക്കമുള്ള നഗരം കണ്ടെത്തി. കിഴക്കൻ ഇക്വഡോറിലെ ഉപാനോ മേഖലയിൽ നിബിഡനത്തിനിടയിലാണ് ഭവനങ്ങളുടെയും ചത്തുരങ്ങളുടെയും അടിസ്ഥാനങ്ങൾ കണ്ടെത്തിയത്. പെറുവിലെ കാമനയിൽ ഭൂചലനം 5.3 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് തടയാൻ അമാൻ എന്ന പേരിൽ പുതിയ സംവിധാനവുമായി ആഭ്യന്തര മന്ത്രാലയം. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസിന്റെ നേതൃത്വത്തിൽ പബ്ലിക് പ്രോസിക്യൂഷൻ, കുവൈറ്റ് ബാങ്കിംഗ് അസോസിയേഷൻ തുടങ്ങിയ ഏജൻസികളുമായി സഹകരിച്ച് മുഴുവൻ സമയ വെർച്വൽ റൂം സേവനം സജ്ജമാക്കി. കുവൈറ്റിൽ സ്വകാര്യ ഫാർമസികൾക്കും ആശുപത്രികൾക്കും ഗബാപെന്റിൻ, പ്രഗ്ഗാവാലിൻ എന്നീ മരുന്നുകളുടെ വിതരണം നിരോധിച്ചതായി ആരോഗ്യ മന്ത്രാലയം. സൈക്കോട്രോപിക് വസ്തുക്കളുടെ ദുരുപയോഗം നിയന്ത്രിക്കുന്നതിനായാണ് നടപടി. ബിസിനസ് ന്യൂസ്. ക്യാപിറ്റൽ ഫുഡ്സും ഓർഗാനിക് ഇന്ത്യയും ഏറ്റെടുക്കാനൊരുങ്ങി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ്. ഏറ്റെടുക്കൽ 7000 കോടി രൂപയ്ക്ക്. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനൊരുങ്ങി സിറ്റി ഗ്രൂപ്പ്. 20,000 പേരെ പിരിച്ചുവിടും. നടപടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന്. മഹീന്ദ്ര ഇലക്ട്രിക് SUV 400 പ്രോയുടെ ബുക്കിംഗ് തുടങ്ങി. 21,000 രൂപയാണ് ബുക്കിംഗ് തുക. ഫെബ്രുവരി 1 മുതൽ ഡെലിവറി തുടങ്ങും. സ്പോർട്സ് ന്യൂസ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് ആദ്യ അംഗത്തിന് ഇറങ്ങും. എതിരാളികൾ കരുത്തരായ ഓസ്ട്രേലിയ. മത്സരം വൈകിട്ട് 5 മണിക്ക്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ ഖത്തറിന് വിജയത്തുടക്കം. ലെബനെ തകർത്തത് എതിരില്ലാത്ത 3 ഗോളിന്. അക്രം അഫീഫിന് ഇരട്ട ഗോൾ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. രോഹിത് നയിക്കുന്ന ടീമിൽ വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവരടക്കം ടീം ഇടം നേടി. 5 മത്സരങ്ങളുള്ള പരമ്പര ഈ മാസം 25-നാണ് തുടങ്ങുക. പാകിസ്ഥാനെതിരായ ആദ്യ 2020-ൽ ന്യൂസിലൻഡിന് ജയം. പാകിസ്ഥാനെ തോൽപ്പിച്ചത് 46 റൺസിന്. ഡാരൽ മിച്ചൽ കളിയിലെ താരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പൻ മത്സരങ്ങൾ. ചെൽസി ഫുൾഹാമിനെയും മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസിലിനെയും നേരിടും. ഇന്ന് ജയിച്ചാൽ സിറ്റി 2ാം സ്ഥാനത്തെത്തും. കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ജോജു നായകനായെത്തിയ ജോഷി ചിത്രം ആന്റണി OTT-യിൽ മാസ് ആക്ഷൻ രംഗങ്ങളാൽ കോർത്തിണക്കിയ ചിത്രത്തിൽ കല്യാണി പ്രദർശനം മുഖ്യവേഷത്തിൽ എത്തുന്നുണ്ട്. ഡിസംബറിലായിരുന്നു ആന്റണി തിയേറ്ററിൽ റിലീസ് ചെയ്തത്. സനൽ B. ദേവൻ സംവിധാനം ചെയ്യുന്ന വരാഹം എന്ന ചിത്രത്തിന്റെ ഭാഗമാകാനൊരുങ്ങി ഗൗതം വാസുദേവനൻ. സുരേഷ് ഗോപി, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഫാക്ട് ചെക്ക്. ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ USS ബോൺഹോം റിച്ചാർഡ് കപ്പലുണ്ടായ തീപിടുത്തത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. യഥാർത്ഥത്തിൽ 2020 ജൂലൈയിൽ കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ വെച്ച് കപ്പലിൽ തീപിടിച്ചതിന്റെ ദൃശ്യമാണ് തെറ്റായ തലക്കെട്ടിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. കോഴിക്കോട് തിരുവമ്പാടി പുന്നക്കലിൽ കാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. പുന്നക്കൽ സ്വദേശി അഗസ്റ്റിൻ ജോസഫാണ് മരിച്ചതെന്ന് പ്രാഥമിക നിഗമനം. രാത്രി 12 മണിയോടെ ഇതുവഴി പോയ ബൈക്ക് യാത്രക്കാരനാണ് കാർ കത്തുന്നത് കണ്ടത്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഈ മാസം 22-ന് പ്രത്യേക ഇടവേള അനുവദിച്ച് മൗറീഷ്യസ് സർക്കാർ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. മൗറീഷ്യൻ ക്യാബിനറ്റ് ഹിന്ദുമത വിശ്വാസികളായ ഉദ്യോഗസ്ഥർക്ക് 2 മണിക്കൂർ ഇടവേളയെടുക്കാം. വടക്കൻ വസീറിസ്ഥാനിൽ 2 ഭീകരരെ വധിച്ച് പാക് സുരക്ഷാ സേന. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഭീകരരെ വധിച്ചത്. അബ്ദുള്ള, ഖാദ്രി, ഖാലിദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മഹാരാഷ്ട്രയിൽ 12 കോടിയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി ക്രൈംബ്രാഞ്ച്. 7 പേർ അറസ്റ്റിൽ. കീടനാശിനി ഉയർന്ന അളവിൽ ഉപയോഗിച്ചതിനെ തുടർന്ന് ബീഹാറിൽ മുംഗേറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സം. പ്രതി 18ഓളം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് പോലീസ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഗസയിലെ അൽ അഖ്സ ആശുപത്രിയിലെ വൈദ്യുത ജനറേറ്ററുകൾ
പ്രവർത്തിപ്പിക്കാനായി ഇന്ധനം അവശേഷിക്കുന്നില്ലെന്ന് ഗസ മീഡിയ ഓഫീസ്. ഐസിയുവിലുള്ള രോഗികൾ അപകടാവസ്ഥയിൽ. തുടർച്ചയായ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ഇന്റർനെറ്റ് ടെലികോം സേവനങ്ങളും വിച്ഛേദിക്കപ്പെട്ടതായി റിപ്പോർട്ട്. ചൈനയിലെ ഹനാൻ പ്രവിശ്യയിലെ പിങ്ഡിങ്ഷാ നഗരത്തിലെ കൽക്കരി ഖനിയിൽ അപകടം. 8 പേർ കൊല്ലപ്പെട്ടു, 15-ലധികം പേരെ കാണാനില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. യുഎസിൽ ശക്തമായ കൊടുങ്കാറ്റ്. മിഡ്വെസ്റ്റിലും സൗത്ത് മേഖലയിലും 2000-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. 100 കണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. 100 ന്യൂസ് പൂർത്തിയാവുന്നു.